മാപ്പിള ലഹള അത് കേരളത്തിൻ്റെ, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അതിന് തിരിച്ചും പറയുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് എവിടെ നിന്നാണ് വന്ന് എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരിക്കൽ ഇവർക്ക് പെൻഷൻ കൊടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ വളരെ ശക്തമായി തന്നെ പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരോടല്ലേ സമരം ചെയ്യേണ്ടത്? എന്തിനാണ് തദ്ദേശീയരായ ഹിന്ദുക്കളോട് സമരം ചെയ്തത്? സ്വാതന്ത്ര്യ സമരം ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് വിഘാതം എടുത്ത് ഹിന്ദുക്കളായിരുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ നമുക്കറിയാം 1921 ഈ ലഹള നടന്ന് 22 ഇത് അവസാനിച്ചു. അതിനുശേഷം ഈ ഭാഗങ്ങളിൽ, ഏറനാട് വള്ളുവനാട് ഭാഗങ്ങളിലൊക്കെ കൃത്യമായൊരു സ്വാതന്ത്ര്യദിന ആഘോഷം പോലും നടന്നില്ല. സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായൊരു സ്വാതന്ത്ര്യദിന ആഘോഷം പോലും നടന്നിരുന്നില്ല. അതെന്തുകൊണ്ടായിരുന്നു? അപ്പോൾ അവരുടെ ഉദ്ദേശം സ്വാതന്ത്ര്യമായിരുന്നില്ല. ഇവരാരും ഇന്ത്യയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയാണ് ഇവിടെ അയലോക്കക്കാരൻ്റെ കഴുത്ത് വെട്ടിയത്. ബ്രിട്ടീഷുകാരനെ മാറ്റി തുർക്കിയിലെ ഖലീഫയുടെ ആധിപത്യം ആയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാകും. ഖലീഫയുടെ പതാകയാണ് ഇവിടെ ഉയർത്തിയത്. തുർക്കി പതാകയാണ് ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ഉയർത്തിയത്. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും അവർ ഉയർത്തിയത് തുർക്കിയുടെ പതാകയാണ്. യൂണിയൻ ജാക്കിനെ മാറ്റിയിട്ട് തുർക്കിയുടെ പതാകയെ വെക്കാൻ വേണ്ടി ആയിരുന്നില്ലല്ലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നത്. ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടേതായ പതാകയ്ക്കും ഇന്ത്യക്കാരുടേതായ ഭരണഘടനയ്ക്കും വേണ്ടിയല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യ എന്നൊരു വാക്ക് ഇവരെവിടെയും പറഞ്ഞിട്ടില്ല. പകരം അവർ ഉന്നയിച്ചിരിക്കുന്നത് തുർക്കിയിലെ ഖലീഫയ്ക്ക് തുർക്കിക്കാർക്ക് പോലും വേണ്ട. തുർക്കിക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഖലീഫ പദവി വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. തുർക്കിക്കാർക്ക് പോലും വേണ്ടാത്ത ഖലീഫയ്ക്ക് വേണ്ടിയാണ്. അത് തുർക്കി ഏതാണെന്ന് പറയാതെ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ പലരും ഇതിൽ പങ്കെടുത്തത്. അവർ ഹാലളകിയാണ് ചെയ്തിരുന്നത്. മതപരമായൊരു ഭ്രാന്തായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാം എന്നത് ഗാന്ധിജിയുടെ ഒരു മോഹമായിരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ ഇവർ പങ്കെടുക്കുന്നില്ല. അപ്പം അവർക്ക് ഇഷ്ടമുള്ള വിഷയം നമ്മൾ ടേക്കപ്പ് ചെയ്യാം. ഒരിക്കലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ആ മുസ്ലിങ്ങളെ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരെ അകത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ LP കുട്ടികളെ പഠിക്കാൻ മടിയാണെങ്കിൽ കളിയിൽ കൂടി പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അധ്യാപകർ ചില അടവെടുക്കുമല്ലോ. ഇതുപോലെ ഗാന്ധിജി എടുത്തൊരു അടവായിരുന്നു ഈ ഖലീഫയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഖിലാഫത്തിനെ പിന്തുണയ്ക്കുക എന്നുള്ളത്. അവരുടെ മനസ്സിൽ ഖിലാഫത്തെ ഉണ്ടായിരുന്നുള്ളൂ, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വലിയ തോതിൽ ഖിലാഫത്ത് മറ്റേ കമ്മിറ്റികളും അല്ലെങ്കിൽ നിസ്സഹകരണ കമ്മിറ്റികളൊക്കെ ഉണ്ടായെങ്കിലും അവരുടെ ഉദ്ദേശം ഖിലാഫത്ത് മാത്രം. അതുകൊണ്ടായിരുന്നു പാളിപ്പോയി എന്ന് ഗാന്ധിജിക്ക് പറയേണ്ടി വന്നത്. അതുകൊണ്ടായിരുന്നു എല്ലാ കോൺഗ്രസ് നേതാക്കളും അതിൽ നിന്ന് പിന്മാറിയത്. കാരണം അവരുടെ ലക്ഷ്യം ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതല്ല. ഇതിലൊരാൾക്ക് പോലും ഇന്ത്യ എന്നൊരു കാഴ്ചപ്പാട് എനിക്ക് അറിയില്ല, അവർക്ക് അറിയാമോ എന്ന്. ഇന്ത്യ എന്നൊരു അങ്ങനൊരു കൺസെപ്റ്റ് അവരുടെ മനസ്സിൽ ആര്യങ്കുന്നനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആർക്കെങ്കിലും ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. എനിക്കറിയില്ല. കിട്ടിയ സ്ഥലങ്ങൾ ഖലീഫയ്ക്ക് അടിയറവ് വയ്ക്കുക എന്നതിൽ പരം മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. മതപരമായ ഭ്രാന്തായിരുന്നു. മതപരമായ നയങ്ങളല്ല, മതപരമായ ഭ്രാന്തായിരുന്നു. എത്ര ഹിന്ദുക്കൾ അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ കൊന്നാൽ സ്വർഗം കിട്ടും എന്നുള്ളൊരു ഭ്രാന്തമായ ഓട്ടം മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ആരാധനാലയങ്ങൾ എന്താണ് പങ്കുവഹിച്ചത്? എന്തിനായിരുന്നു ആരാധനാലയങ്ങൾ തകർത്തത്? എന്തിനായിരുന്നു ഇവിടുത്തെ അമ്മ പെങ്ങന്മാരെ പിച്ചി ചീന്തി എറിഞ്ഞത്? സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയായിരുന്നു. അതൊരു തരം മതപരമായ ഭ്രാന്തായിരുന്നു. ആ ഭ്രാന്തിന് അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ചികിത്സ കിട്ടി. ആ ഭ്രാന്തി ഇനി ഒരിക്കലും തിരിച്ചു വരാതെ കാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഭ്രാന്തിൻ്റെ ഒരു തെരനോട്ടമായിരുന്നു മാറാട് കണ്ടത്. ആ ഭ്രാന്തിൻ്റെ ഒരു തെരനോട്ടമായിരുന്നു ഗോദ്രയിൽ കണ്ടത്. ആ ഭ്രാന്തിൻ്റെ തെരനോട്ടം നമ്മൾ CAA-ക്കെതിരെയുള്ള സമരത്തിൽ പല ഭാഗത്തും കണ്ടു. ഭ്രാന്ത് വരാൻ ലക്ഷണമായിരുന്നത്. ആ ഭ്രാന്തി ഇനി ഒരിക്കലും വരാതെ കാക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. ഇന്ന് സ്കൂൾ പുസ്തകങ്ങളിൽ, പാഠ്യപുസ്തകങ്ങളിൽ നമ്മളുടെ യഥാർത്ഥ ഭാരതത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പലപ്പോഴും പല ഏടുകളും അതിൽ നിന്ന് മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശിവാജിയുടെ ചരിത്രം, ഇന്ത്യ കണ്ടതിൽ ചോളന്മാരുടെ ചരിത്രം, പാണ്ഡ്യന്മാരുടെ ചരിത്രമൊക്കെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിൻ്റെ ചില രാജാക്കന്മാരായിരുന്നു. ഇതൊന്നും പല ഏടുകളിലും കാണാനില്ല എന്നുള്ളൊരു വാസ്തവം നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ അതിനെ മാറ്റാൻ എന്തുകൊണ്ട് ഇന്ന് ICSE, CBSE തുടങ്ങി സ്റ്റേറ്റ് സിലബസ് തുടങ്ങിയ നിരവധി സ്റ്റേറ്റ് സിലബസിൽ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് നാഷണൽ സിലബസുകളിൽ അതിന് പൂർണ്ണമായി ഉള്ളടക്കം കൊടുത്തുകൂടാ? അല്ല, നാഷണൽ സിലബസിൽ അതിനൊരു പരിശ്രമം നടക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം
ഭാരതീയമായ ആ ഒരു പിന്നെ അസ്തിത്വം ഉണർത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പലർക്കും വലിയ അസ്വസ്ഥതയുണ്ടാകും. അപ്പോൾ ഇതീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ എൻ്റെ പേരക്കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 6ൽ സാമൂഹ്യ പാഠം പഠിപ്പിക്കുമ്പോൾ അവരുടെ സോഷ്യൽ സ്റ്റഡീസ് ബുക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ അതിലൊരു പാഠത്തിനകത്ത് സുൽത്താന്മാർക്കും മുഗളന്മാർക്കും ചുരുങ്ങിയതൊരു 10ഓ 18ഓ പേജ് സുൽത്താന്മാരും മുഗളന്മാരും വന്നിട്ടുണ്ട്. അവസാനത്തെ ഒരു പേജാണ് അതിൽ മറാത്ത, ചോള, ചേര ഇവരെല്ലാം കൂടെ കൊടുത്തേക്കുന്നത് ഒരൊറ്റ പേജാണ്. ഇത്രയും നമുക്ക് നിർമ്മിതികൾ ഇപ്പോൾ ഇന്നും കാലത്തിന് അതിജീവിക്കുന്ന നിർമ്മിതികളാണ് ഇവരെയൊക്കെ ചോള രാജാക്കന്മാരുടെയും പല്ലവ രാജാക്കന്മാരുടെയും ഒക്കെ നിൽക്കുന്നത്. അതേപോലെ തന്നെ മറാത്ത ശക്തി ഇതിനൊക്കെ കൂടി വെച്ചേക്കുന്നത് ഒരു പേജ് തികച്ചില്ല. അതിൽ പകുതി ചിത്രം, വിവരണം വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ദേശീയത ഉണരരുത് എന്ന് കാഴ്ചപ്പാടോടുകൂടിയാണ് പാഠ്യപദ്ധതി നിർമ്മാണം ചെയ്യുന്നത്. 10-70 വർഷത്തെ ഒരു പഴക്കം അതിനുണ്ട്. അപ്പോൾ സമയമെടുക്കും. ഒറ്റയടിക്ക് നമുക്കതൊക്കെ കൂടി അങ്ങോട്ട് തിരിച്ചെടുക്കാൻ, കാരണം 70 വർഷം അടിച്ചേൽപ്പിച്ചതാണ്. ആ 70 വർഷത്തെ പാഠ്യപദ്ധതിയിലൂടെ പഠിച്ചു വന്നവരാണ് ഇന്ന് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പലരും. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് സാവധാനമേ സാധിക്കൂ, പക്ഷെ അസാധ്യമല്ല, സാധിക്കുക വേണം താനും. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നതോടുകൂടി അതിൽ വലിയൊരു മാറ്റം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ട വലിയ വലിയ മോനുമെൻറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ, അതായത് താജ്മഹൽ പോലെയുള്ള മോനുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മളിപ്പോൾ ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കാഴ്ച വസ്തുക്കൾ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ മെമ്മറബിൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരംഗ്തില ക്ഷേത്രം, അതുപോലെ ഭുവനേശ്വറിലെ കൊണാർക്ക് ക്ഷേത്രം, ഇതൊക്കെ ഇതിലും പുരാതനമാണ്, ഇതിലും വൈരുദ്ധ്യം അടങ്ങുന്ന ക്ഷേത്രങ്ങളാണ്. ഇതിനെയൊന്നും എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നില്ല? അല്ല, ഉയർത്തിപ്പിടിക്കാൻ അതിലേക്ക് ശ്രമിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ 70 വർഷത്തെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ അധിനിവേശത്തിന് ശേഷമുള്ളൊരു 70 വർഷം അതും ഒരുതരം അധിനിവേശം തന്നെയായിരുന്നു. കാരണം ആ മനസ്സുള്ളവരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അവർ ഇതിനെ കൂടുതൽ, കാരണം അവർക്കും ആരെയൊക്കെ പ്രീണിപ്പിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മോണിമെൻസിൻ്റെയൊക്കെ ആ ഒരു ഏതാണ് ഭാരതം എന്ത് പേരിലാണ് അറിയപ്പെടേണ്ടത്. അപ്പോൾ അതൊരു മതേതര ബാലൻസിങ് ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളെ കാണിച്ചാൽ ആ മതേതര പട്ടം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ താജ്മഹലാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് അത് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പരിശ്രമം നടക്കുന്നുണ്ട് ഭാരതത്തെ അറിയാൻ. ഇപ്പോൾ പലപ്പോഴും നമുക്ക് അറിയാം, പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ വന്നതും അതേപോലെ തന്നെ പാർലമെൻറ്റിൽ ചോള സമ്പ്രദായത്തെ സ്ഥാപിച്ചതും ഒക്കെ ഒരു ഉള്ളിലേക്കുള്ളൊരു ടോർച്ചടി തന്നെയാണ്. വെളിയിൽ വരും. ഇതുവരെ മൂടി വെച്ചിരുന്നതൊക്കെ അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാതെ പറ്റാത്തൊരു സാഹചര്യം വരും. താജ്മഹലിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രം മാത്രമല്ല ഉള്ളത്, അതിൻ്റെയൊക്കെ ഒരു ചരിത്രം ഭാരതത്തിന് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ചരിത്രമാണ്. അപ്പം നമ്മൾ പിന്നെ കുത്തബ് മിനാറിൽ ചെന്നാൽ അവിടെ നമ്മളതിൻ്റെ ഓരോ ശിലയും പരിശോധിച്ചാൽ നമുക്ക് ശരിക്കും കണ്ണിന്ന് വെള്ളം വന്നു പോകും. അങ്ങനെ ഓരോ ശിലയും ക്ഷേത്രശിലകളാണ് അതിലത്തെ. ആ ക്ഷേത്രത്തിന് മുകളിലെ ശില്പം, അതിൻ്റെ എല്ലാം മുഖം മാത്രം ചെത്തിയിരിക്കുക, ബാക്കിയെല്ലാം അതേപടി നിർത്തിയിട്ടുള്ള ശില്പങ്ങളാണ്. അതിലെ ഓരോ കല്ലെടുത്ത് നോക്കിയാലും നമുക്ക്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഭാരതത്തിൻ്റെ വേദനിപ്പിക്കുന്ന ചരിത്രമാണ്. അപ്പോൾ നമുക്ക് ആ വേദനിപ്പിക്കുന്ന ചരിത്രമല്ല, അഭിമാനത്തിൻ്റെ ചരിത്രമാണ് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് വരും. നമ്മളിപ്പോൾ ഒരു 10 വർഷമായിട്ടല്ലേ ഉള്ളൂ, ഒരു തിരിച്ച് പോക്കിൻ്റെ പാത തുടങ്ങിയിട്ട് ഒരു 10 വർഷമായിട്ടേ ഉള്ളൂ. അതിൻ്റെ വലിയ പരിശ്രമമാണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ പിന്നെ മാറ്റം എല്ലാം അടക്കം. അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ എല്ലാം വന്നിരിക്കുന്നത് ഒരു ഭാരതീയതയിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. ബ്രിട്ടീഷുകാർ പോയിട്ടും ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിമ ഇവിടെ വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേടൊന്നും ഇല്ലല്ലോ നമുക്ക്. ബ്രിട്ടീഷുകാർ പോയിട്ടും നമ്മളതിനെ തുടർന്നു പോന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഗതികെട്ടൊരവസ്ഥയിലാണ് നിന്നിരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ട്. സ്ഥലനാമങ്ങളാണെങ്കിലും എല്ലാം അതിൻ്റെ പൂർവികതയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. മദ്രസ സ്കൂളുകളിൽ മദ്രസ പഠനമുണ്ട്. ഹിന്ദു സ്കൂളുകളിൽ എന്തുകൊണ്ട് ഇപ്പോഴും വേദപഠനം ഉണ്ടായിട്ടില്ല? സ്കൂളുകളിൽ മതപഠനം പ്രോത്സാഹിപ്പിക്കണമെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം സ്കൂളുകളിൽ എല്ലാ വിഭാഗം കുട്ടികളും വരുന്നതാണ്. അവിടെ മതത്തിന് അതീതമായ മതത്തിൻ്റെതായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പാഠ്യപദ്ധതി അവിടെ കൊണ്ടുവരണം. അതല്ലാതെ മതം പഠിപ്പിക്കൽ സ്കൂളുകളുടെ ഒരു ലക്ഷ്യമായിട്ട് മാറരുത്. മദർസ പഠനം ഇവിടെ എനിക്ക് തോന്നുന്നു പിന്നെ കുട്ടികൾ മതം പഠിക്കേണ്ടത് ഒരു 18 വയസ്സിന് ശേഷമാണ് മതം പഠിക്കേണ്ടത്. അതുവരെ അതിൻ്റെ ആചാരങ്ങൾ അവർ ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ സംഭവിക്കേണ്ടത്, കാരണം ബോധം അത് പഠിക്കില്ലായിരിക്കുമെന്നൊരു പേടി ഉണ്ടതുകൊണ്ട് വളരെ കുട്ടിക്കാലത്ത് തന്നെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ മദർസ പഠനമൊക്കെ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് സർക്കാരിന് ഇപ്പോഴും അറിയില്ല. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ നമ്മൾ പിന്നെ ഭരണകൂടം പിന്നെ
വിശകലനം ചെയ്യാത്ത അല്ലെങ്കിൽ ഭരണകൂടം മേൽനോട്ടം നടത്താത്തൊരു പാഠ്യപദ്ധതി വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പാടും. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ പാഠ്യപദ്ധതി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചിന്തിക്കുന്നു, അവരിൽ എന്തൊക്കെ മൂല്യങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കണത്. പിന്നെ അറിയാം, കണക്ക് പാഠപുസ്തകങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ചിരി വന്നു ഇപ്പോൾ വരുന്ന പാഠപുസ്തകങ്ങളൊക്കെ. കാരണം നമ്മൾ വഴിക്കണക്ക് എന്നൊക്കെ പറയുമല്ലോ, പണ്ട് വഴി എഴുതി കണക്കിയാണ്. അപ്പോൾ ഒരു കൂട്ടുകച്ചവടം ചെയ്യുന്നത് മുഹമ്മദും നാസറും കൂടിയാണെങ്കിൽ അടുത്ത കൂട്ടുകച്ചവടം ചെയ്യുന്നത് ഗോപാലനും രാജനും കൂടിയാണ്. അടുത്ത കൂട്ടുകച്ചവടം ജോസഫും മറ്റേ കാരണം വെച്ചാൽ ഒരു ഹിന്ദുവിൻ്റെ ആണെങ്കിൽ ഒന്ന് മുസ്ലിമിൻ്റെ ആണ്. അങ്ങനെ ഒരു ബാലൻസിങ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെയൊക്കെ പോകണം. കാരണം കുട്ടികളിൽ അങ്ങനെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടാക്കണം. ഈ ഇതൊക്കെ നമ്മൾ അവിടെ പാടുപെട്ടേണ്ട കാര്യം. സ്കൂളിലേക്ക് വരണേൻ്റെ ഇപ്പോൾ മണിക്കൂറുകൾ കുട്ടികൾ പഠിക്കേണ്ടത് മറ്റുള്ളവരുടെ മനുഷ്യരല്ല എന്നുള്ള നിലയ്ക്കാണ്. അവർക്ക് സ്വർഗ്ഗം. ഇപ്പോൾ എന്നോട് കൊണ്ടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യം മറ്റേ അപ്പർ പ്രൈമറി ടീച്ചറായിരുന്നു, അതിന് ശേഷം ഹൈസ്കൂളിലേക്ക് മാറി. അപ്പോൾ 5ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്നെ നല്ല ഇഷ്ടമുള്ളൊരു കുട്ടി ഒരു അടുത്ത് വന്നിട്ട് ചോദിച്ചു, ടീച്ചറെ നിങ്ങൾ എന്തിനാണ് ഈ മതത്തിൽ ജനിച്ചു എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതിനെന്താ കുട്ടിയെ കുഴപ്പം? അല്ല, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂലല്ലോ എന്ന്. അപ്പോൾ അവൻ എന്നെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഈ റെക്കമെൻഡ് ചെയ്യൂടാ എന്നെ, എന്നാൽ ഈ സ്വർഗ്ഗത്തിലേക്ക് എൻ്റെ ടീച്ചറാണ്. പറ്റൂലല്ലോ ടീച്ചറെ, നിങ്ങൾ ഹിന്ദു അല്ലേ, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല എന്ന്. അപ്പോൾ ആ കുട്ടി 5ാം ക്ലാസ്സുകാരൻ്റെ അവൻ എന്നെ ഇഷ്ടമാണ്, പക്ഷെ അവൻ എന്നെ സ്വർഗ്ഗത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് പഠിച്ചു വരുന്ന ഒരു കുട്ടിയോട് ഇവിടെ ജോസഫും ഔസപ്പും രാജനും ഗോപാലനും എന്ന് പറഞ്ഞ കണക്ക് പുസ്തകത്തിൽ വരെ മതേതരത്വം കൊണ്ടൊരു വല്ല കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് മതപാഠശാലകൾ പുതുക്കിയ സാഹചര്യത്തിൽ ഒരു 18 വയസ്സ് വരെ അരുത് എന്ന് തന്നെയാണ്. അതാണ് കുറച്ചുകൂടെ ശാസ്ത്രീയമായ തലം. ആചാരങ്ങൾ അവർ ചെയ്തോട്ടെ, അവർ ചെയ്യണു. അതുകൊണ്ട് നമ്മൾ വേദം പഠിപ്പിക്കുക. ഈ ചെറുപ്രായത്തിൽ വേദം പഠിപ്പിച്ചാൽ അവർക്ക് എന്ത് പഠിക്കണം? വേണമെങ്കിൽ ചൊല്ലാൻ പഠിപ്പിക്കും. അപ്പം നമ്മൾ അത്രേ ചെയ്തിരുന്നുള്ളൂ. ചൊല്ലാൻ പഠിപ്പിച്ചാൽ മതി, അർത്ഥം പഠിക്കേണ്ട. അർത്ഥം പഠിക്കേണ്ടത് അവർക്ക് ബോധമുറച്ച് വിശകലന ബുദ്ധിയോടുകൂടി അവർ ചെയ്യട്ടെ. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ കുട്ടിക്കാലത്ത് അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കണത് അത് അവർ ബോധം വന്ന് കൃത്യമായിട്ട് പഠിക്കുന്നവർ മതം ഉപേക്ഷിച്ചു പോവുകയാണ്. എക്സ് മുസ്ലിംസിൻ്റെ ഒരു വലിയ നിരയുണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായും 18 വയസ്സിന് ശേഷമാണ് ഇത് പഠിപ്പിക്കേണ്ടത്. മദ്രസ തുടങ്ങുന്നു എന്നുള്ളതുകൊണ്ട് വേദപാഠശാലകൾ ആ പ്രായത്തിൽ തുടങ്ങിക്കൊള്ളണം എന്നില്ല. പക്ഷെ മദ്രസകൾ നിർത്താൻ സാധ്യതയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കൊറോണയ്ക്ക് മൂക്കും ഇതും കെട്ടിയതുപോലെ മതപാഠശാലകളും തുടങ്ങിയേ പറ്റൂ എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വിദ്യാലയങ്ങളിൽ മതേതര വിദ്യാഭ്യാസം നടക്കട്ടെ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.